This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God.
ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 79 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണം എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായി മാറ്റപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവുമുണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനങ്ങൾ ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി പഠനം ആരംഭിച്ചു. ദൈവവചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം.
ദൈവത്തിൻ്റെ വചനം നാം നിരന്തരമായി വായിക്കണം. അവയെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കണം, നിരന്തരമായി ധ്യാനിക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർത്തിയെടുക്കുവാൻ ശക്തിയുള്ള തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെ മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം കിട്ടുന്നത്? വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ, ബുദ്ധിയിൽ സ്വതന്ത്രമാക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിപ്പാൻ, അതിൻ്റെ ജീവനെയും ആത്മാവിനെയും പ്രാപിക്കുവാൻ നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാത്ത പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്ന്, ബുദ്ധിയിലേക്ക് പകർന്ന്, ഹൃദയത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ദൈവത്തിൻ്റെ വചനം നാം പ്രാപിക്കുകയും ഗ്രഹിക്കുകയും അതിൻ്റെ ജീവനെയും സൗഖ്യത്തെയും ഒക്കെ പ്രാപിക്കുകയും ചെയ്യുകയാണ്. യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ ബുദ്ധിയുടെ, സ്വയത്തിൻ്റെ, ദേഹിയുടെ കഴിവിനെ ഉപയോഗിച്ചില്ല. പിന്നെയോ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി അവനിൽ വ്യാപരിച്ചതുകൊണ്ട് അവൻ ആത്മീയ കാര്യങ്ങൾ അറിയുകയും അനേകർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്ന് പഠിച്ചു കഴിഞ്ഞു. ദൈവം നമുക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തന്ന് തൻ്റെ വചനങ്ങൾ പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ദൈവം തൻ്റെ ആത്മാവിനെ ആവസിപ്പിക്കുമാറാക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേലാവസിക്കുന്നു, അതുപോലെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ അകത്ത് താമസിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തി കൊണ്ട് ഒരുവനെ അഭിഷേകം ചെയ്യുന്നത്, അവൻ്റെ മേലാവസിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രകൃത്യാതീതമായ ശുശ്രൂഷകൾ ആ വ്യക്തിയിലൂടെ നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവാത്മാവ് ഒരുവൻ്റെ അകത്ത് വസിക്കുന്നതിന് അനേകമായ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ സകല വചനങ്ങളും പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എഹെസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ
ഉള്ളിലാക്കി. അതായത് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അവൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വാസമാരംഭിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അതായത് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സകല വചനങ്ങളിലും നടക്കുവാൻ, അതിനെ ഗ്രഹിക്കുവാൻ, അതിനെ അനുസരിക്കുവാൻ അവന് ശക്തി ലഭിക്കുന്നത്. അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരുവനെ സകല സത്യത്തിലും വഴി നടത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 വീണ്ടും വായിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, അതായത് അവൻ നമ്മുടെ സഹായകനാണ്. സകല കാര്യത്തിലും നമ്മെ സഹായിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് താമസമാരംഭിച്ചിരിക്കുന്നത്. അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അതായത് ദൈവത്തിൻ്റെ സകല കാര്യങ്ങളും, സകല ദൈവവചനങ്ങളും, സകല ആത്മീയ സത്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതായത് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതായത് കഴിഞ്ഞ 3.5 വർഷക്കാലം യേശു കർത്താവ് ശിഷ്യന്മാരെ അനേകമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച സകല കാര്യങ്ങളും ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. 3.5 വർഷങ്ങൾ കൊണ്ട് കർത്താവ് പഠിപ്പിച്ച ആത്മീയ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവൻ സകലവും അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതാണ് 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ. പരിശുദ്ധാത്മാവ് അവരുടെ ഓർമ്മയിൽ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് 4 സുവിശേഷങ്ങൾ എഴുതുവാൻ അവർക്ക് ശക്തി ലഭിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ച, നിങ്ങൾ കേട്ട ആത്മീയ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ, വ്യത്യസ്ത സമയങ്ങളിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ആത്മീയ യുദ്ധത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളായി നിങ്ങളിൽ നിന്നും പുറപ്പെട്ടു വരും. മത്തായി എഴുതിയ സുവിശേഷം 10 അധ്യായം 17 തുടങ്ങി പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ദൈവജനം പീഡിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ ജനം, സത്യസുവിശേഷം തിരിച്ചറിയാത്തവർ, സുവിശേഷം നിമിത്തം, നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചന നിമിത്തം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കും. അവർ നിങ്ങളെ ന്യായാസനങ്ങളിലേക്ക്, കോടതികളിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് വാക്യം 19 പറയുന്നു, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം അവിടെ വഹിക്കും. അതെങ്ങനെയാണ്? വാക്യം 20, പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ.
അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്നത് കൊണ്ട് യേശുവിനെ സാക്ഷിക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തിന് ന്യായവാദം പറയുവാൻ, സാക്ഷ്യം പറയുവാൻ, വചനം പറയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അല്ലെങ്കിൽ അവൻ നിങ്ങളിലൂടെ സംസാരിക്കും. യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. അവൻ നമ്മുടെ അകത്ത് വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സകല വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. സകല വചനങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. വചനങ്ങൾ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത്, ആ ആവശ്യമുള്ള സമയത്ത് അവൻ ഓരോ വചനങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു ശുശ്രൂഷ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ വചനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തരിക എന്നതാണ് അർത്ഥം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ വചനം പഠിപ്പിച്ച്, വചനം വെളിപ്പെടുത്തി, നമ്മുടെ ബുദ്ധിയിൽ വചനം തരുമ്പോഴാണ്, ഹൃദയത്തിൽ വചനം തരുമ്പോഴാണ് നമുക്ക് വചനം കിട്ടുന്നതും വചനം നമുക്ക് ജീവനും ആത്മാവുമായി തീരുന്നതും സർവ്വദേഹത്തിനും സൗഖ്യമായി തീരുന്നതും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന
നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയെൻ അവകാശമാ.